ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ചെയ്യുന്നത് ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെമ്മീനാണ്. ആ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സൈസിലുള്ള ചെമ്മീനാണ്. നമ്മൾ വലിയ ചെമ്മീൻ വെച്ച് ചെയ്യുന്നതിലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള ചെമ്മീൻ വെച്ച് ഫ്രൈ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ചെമ്മീനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കൈയോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ചെമ്മീനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി പോകരുത്. കാരണം ചെമ്മീൻ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വരും. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചതച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുത്താലും മതി. ചെറിയ ഉള്ളി ചേർത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ചെമ്മീനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെമ്മീൻ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം പാൻ മൂടി കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പാൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ ചെമ്മീനിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ ചെമ്മീൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചെമ്മീൻ വേവിച്ചെടുത്ത പാൻ തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാളയും ഉള്ളിയെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയിൽ ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ചെമ്മീനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പാൻ മൂടി വെച്ച് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. ഒരു 4-5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ്റെ മൂടി മാറ്റി നോക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെമ്മീനിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പാൻ തുറന്ന് വെച്ചൊരു 3-4 മിനിറ്റ് ചെമ്മീനൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ഇതുപോലെ ചേർക്കുമ്പോഴത്തേക്കും ചെമ്മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ പാകമായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കാം.
ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ തൂവി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.